ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ രേവതിയുടെ കാലിന് ഒരു ചെറിയൊരു അപകടമൊക്കെ പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ പറഞ്ഞു, രേവതിയും സച്ചിയും തന്നെ റൂമിൽ കിടന്നാൽ മതി. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കാല് പൊക്കി വെച്ചിട്ടേ കിടക്കാവുള്ളെന്ന്. അപ്പൊ തറയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതി ആവുന്ന തരത്തിൽ നോക്കി ആ റൂമിൽ കിടക്കാൻ. പക്ഷെ രവീന്ദ്രൻ പറഞ്ഞു പറ്റില്ല, രണ്ടുപേരും കൂടെ പുറത്തു പൊക്കോണം. ഇന്ന് ഇതിനകത്ത് രേവതിയും സച്ചിയും കിടന്നാൽ മതി. ഇനിയിപ്പൊ അവളുടെ കാല് ഭേദമാകുന്നത് വരെ ഇവിടെ അവര് കിടന്നാൽ മതി, പൊക്കോളാൻ പറഞ്ഞു ശ്രുതിനെയും ഓടിച്ചു വിട്ടു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ സച്ചിയോടും രേവതിയോടും പറഞ്ഞു, മോളെ നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഏതായാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്തു പോവില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് രവീന്ദ്രൻ അവിടെ നിന്ന് പോയത് കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതാ ശരി, നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകാനൊന്നും പോകുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, നീ കഞ്ഞി കുടിച്ചേ, വെറുതെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഒന്നാമത് വേദനയൊക്കെ ആയിട്ട് ഇരിക്കുന്നതല്ലേ, കഞ്ഞി കുടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിക്ക് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ജോലി വന്നു കഴിഞ്ഞിട്ടൊന്ന് കിടക്കാൻ പോലും പറ്റത്തില്ല, എന്തൊരവസ്ഥയാ ഇത്. അപ്പൊ നമ്മുടെ ശ്രുതി പറയാണ്, അല്ലെങ്കിൽ ശരിയാ, ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് ശ്രുതി, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഏത് വഴിക്ക് പോയാലും തേങ്ങ നമ്മുടെ തലയിലല്ലേ വീഴുന്നത്. കുറച്ച് ദിവസത്തേക്ക് അവള് പുറത്തിറങ്ങില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാന്. പക്ഷെ ഇങ്ങനെ ഒരു പണി കിട്ടുന്ന ഞാൻ ഓർത്തില്ല. അല്ല, അതെ, നമുക്ക് എന്റെ അമ്മയോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. കാര്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല ശ്രുതി, അമ്മയോട് പറഞ്ഞിട്ട് എന്തെടുക്കാനാ. അല്ല, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പം അമ്മ നമ്മുടെ ഭാഗം ചേർന്ന് സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പം അമ്മേനെ കണ്ടില്ല, അമ്മ എന്താണാവോ വരാത്തത്. എന്തായാലും പെട്ടു ശ്രുതി, പെട്ടു. ഇനിയിപ്പൊ മോള് കിടക്കണോ ടെറസിൽ കിടക്കണോ എന്നൊക്കെ മാത്രം ആലോചിച്ചാൽ മതി. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട, അതായിരിക്കും നല്ലത്. അല്ല, നമുക്ക് ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചാലോ. നല്ല ശേലായി, ഹോട്ടലിൽ മുറി എടുക്കാല്ലേ, ആ വഴിക്ക് നമ്മൾ അങ്ങ് പോകേണ്ടി വരും. അങ്കിൾ പിന്നെ നമ്മൾ ഇവിടെ കയറ്റാനും പോകുന്നില്ല. പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നത്. ഇനിയിപ്പോ 6 ആഴ്ച നിലത്ത് കിടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. റൂമില്ല, AC ഇല്ല, പ്രൈവസി ഇല്ല. അല്ല, 6 ആഴ്ച കഴിഞ്ഞാലും മുറി കിടക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ശ്രുതി. നടക്കാൻ കഴിയില്ല, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ അവള് കയറി അടയിരിക്കും. നീ നോക്കിക്കോ, കിട്ടിയ അവസരം അവള് നന്നായിട്ട് മുതലാക്കും. അത് തന്നെയാ ഉണ്ടാകാൻ പോകുന്നത്. നമുക്കിനി ഇവിടെ ഒരു റൂം പോലും ഇല്ല. ശ്രുതി, എനിക്കൊരു ഐഡിയ തോന്നുക. എന്താ ശ്രുതി, പറ. അതെന്താണെന്ന് അറിയാമോ, നീയെ നിന്റെ അച്ഛനെ വിളിച്ച് കുറച്ച് ക്യാഷ് തരാൻ പറയേ. നമുക്ക് വേണ്ടി ഒരു മുറി മേളിലിറക്കാം. ഒരാളെ നമുക്ക് അതിനകത്ത് കയറ്റണ്ട. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ അച്ഛൻ ജയിലായതുകൊണ്ട് നേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ, നിന്റെ ഇളയച്ഛനെ ബന്ധപ്പെട്ടാൽ മതി, അപ്പൊ കിട്ടൂലോ. നീ വിളിച്ച ക്യാഷ് കിട്ടൂടി, അത് ഉറപ്പുള്ള കാര്യല്ലേ. എന്റെ പൊന്നു ശ്രുതി, എന്റെ കഴുത്തിൽ താലി കെട്ടിയവനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതെ വിടുന്നത്. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ നിങ്ങളെ കൊന്നേനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അയ്യോ വേണ്ടേ, സോറി ക്ഷമിച്ചേരേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിലെ റൂം ഒന്ന് കിട്ടണം, പുള്ളിക്കാരൻ അത് മതി. ഏതായാലും ശ്രുതി പറയും, എന്റെ ഈശ്വര എന്തൊരവസ്ഥ ഇത്, ഇനി എന്തൊക്കെ അനുഭവിച്ചാലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. പിന്നെ ഏതായാലും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയാണ്. അപ്പൊ രേവതി കാലൊന്നും വയ്യാതെ നീണ്ടു നിവർന്ന് കിടക്കാണ്. അപ്പൊ ചന്ദ്ര ഇത് കണ്ടോണ്ട് വരിക. പിന്നെ ചന്ദ്രയ്ക്ക് വല്ലതും വേണോ, ചന്ദ്രയ്ക്ക് വരുന്ന കലി. നമ്മുടെ സച്ചി രേവതി റെസ്റ്റ് എടുക്കാണല്ലോ. അങ്ങനെ ചന്ദ്ര വന്ന് രേവതിനെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കാണ് കേട്ടോ. ചെറിയൊരു ആശ്വാസമൊക്കെ ചന്ദ്രയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, അല്ല ഡോക്ടർ എന്താ നിന്നോട് പറഞ്ഞത്, പെട്ടെന്ന് ശരിയാവും എന്ന് പറഞ്ഞോ? അത് പിന്നെ പെട്ടെന്നൊന്നും ശരിയാവില്ലമ്മേ, 6 ആഴ്ചയെങ്കിലും വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. 6 ആഴ്ചയോ? ഈ 6 ആഴ്ച നീ ഇങ്ങനെ കിടക്കണമെന്നാണോ പറയുന്നത്? അതൊന്നും പറ്റില്ല. അത് പിന്നെ 6 ആഴ്ച കഴിഞ്ഞാലും കുറച്ച് നാള് വിശ്രമം വേണ്ടി വരുന്നാ പറഞ്ഞത്. ഏകദേശം കുറെ മാസം പിടിക്കും. അപ്പൊ നിനക്ക് ആരുടെയെങ്കിലും സഹായം വേണോ? അയ്യോ, ശ്രുതിയും വർഷയൊക്കെ ജോലിക്ക് പോവില്ലേ, നിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? നോക്കാന് അമ്മയുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? ഞാൻ നോക്കാനോ? നിന്നെയോ? അതെ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അല്ല, അച്ഛൻ പറഞ്ഞായിരുന്നു അമ്മയുണ്ടല്ലോ, അതുകൊണ്ടൊന്നും പേടിക്കണ്ട, എന്റെ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കോളൂന്ന്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്, എനിക്ക് അമ്മയില്ലേ ഇവിടെ, അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. അല്ല അമ്മേ, ദേ ഇവിടെ ഇരിക്കുന്ന ജക്കിനകത്ത് വെള്ളം തീർന്നു, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, അമ്മ കുറച്ച് വെള്ളം എടുത്തിട്ട് തരുമോ എനിക്ക്?
വെള്ളമോ? ഞാനോ? നിനക്കോ? ആ, വെള്ളം വെള്ളം എനിക്ക്. ആ, നിനക്ക് വെള്ളം ഞാൻ എടുത്തോണ്ട് തരണമെന്നോ? ഒന്ന് ചെല്ലമ്മേ, പ്ലീസ് അമ്മ, എനിക്ക് ദാഹിക്കുക. അങ്ങനെ നമ്മുടെ ചന്ദ്ര ജഗ്ഗും എടുത്തോണ്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ചന്ദ്ര പെട്ടെന്ന് കൂട്ടിക്കൊണ്ടാ മതി. നമ്മുടെ രേവതിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ചന്ദ്ര എടുത്തു കൊടുക്കുന്നത് നമ്മൾ വിചാരിച്ചാണോ? ഇപ്പൊ വെള്ളം എടുത്തു കൊടുക്കേണ്ട അവസ്ഥ വരെ നമ്മുടെ ചന്ദ്രയ്ക്ക് വന്നിരിക്കുകയാണേ. ഏതായാലും പകുതി വരെ ചെന്നിങ്ങനെ ചന്ദ്ര ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, എന്താ അമ്മേ, എന്താ പറ്റിയത്, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടിയില്ല. ചന്ദ്ര നേരെ കിച്ചണിലേക്ക് പോയിട്ട് പുറകുറുക്കാൻ തുടങ്ങിയിട്ടോ. ഓ, എനിക്ക് വന്നൊരു ഗതികേട്, ഇവക്കൊക്കെ വെള്ളം എടുത്തു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ എടുത്ത് കുത്തി വിളിക്കുകയാണ്. ആരെയാ? നമ്മുടെ ഭാമേനെ വിളിച്ചാണല്ലോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഭാമ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ബെല്ലടിക്കുന്നു. ചന്ദ്രയാണ് വിളിക്കുന്നത്. അങ്ങനെ ഭാമ ഫോൺ എടുത്തിട്ട്, ആ, എന്താ ചന്ദ്രേ, എന്താ നീ വിളിച്ചത്? നീ ഇവിടുത്തെ വിശേഷം വല്ലതും അറിഞ്ഞോ ഭാമേ? ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നീ അറിഞ്ഞോ? രേവതിക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യല്ലേ? ആ, ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. അവൾ എണീറ്റ് നടക്കണമെങ്കിലേ 6 ആഴ്ച കഴിയണം പോലും. അയ്യോ പാവ രേവതി, കഷ്ടം തന്നെ അവളുടെ കാര്യം. കഷ്ടം അവൾക്കല്ല, എനിക്കാ കഷ്ടം. ഞാനല്ലേ അനുഭവിക്കേണ്ടത്. എന്റെ ഭാമ, അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്നാ രവിയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും. മറ്റുള്ളവർക്ക് ജോലിക്ക് പോകില്ലേ, ഞാനല്ലേ ജോലിക്ക് പോകാതെ ഇവിടെ ഇരിക്കുന്നത്. അത് പിന്നെ നന്നായല്ലോ ചന്ദ്രേ, പാവല്ലേ, അവളുടെ കാര്യം നീ നോക്ക്. ദേ, നീ മിണ്ടി പോകരുത്. വീട്ടുജോലിയൊക്കെ രേവതിയാ ചെയ്തോണ്ടിരുന്നത്. അതിപ്പോ എന്റെ തലയിലാവൂലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സമാധാനം കിട്ടാത്തത്. ജോലി ചെയ്ത് ഇന്ന് മുതൽ എന്റെ നടു ഒടിയും, അത് ഉറപ്പാ. രേവതിയെ നോക്കുന്നത് ഏറെ കഷ്ടമാ, അറിയാലോ അവളുടെ കാര്യങ്ങളൊക്കെ. എനിക്ക് വയ്യ ഭാമേ, ഇത് ശരിയാവില്ല. നീ പെട്ടുപോയല്ലേ ചന്ദ്രേ? എടി ഭാമേ, നീ ഒന്ന് ഇങ്ങോട്ട് വാടി, നീ എന്നെ ഒന്ന് സഹായിക്കാൻ വാടി. ദേ, ഇവിടെ നല്ല ഇഡലിയും സാമ്പാറും ഉണ്ട്, നീ ഇങ്ങോട്ട് വാ. അതെ, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ടെന്നോ? എന്തിനാ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നത്? നീ എവിടേക്കാ പോകുന്നത്? അത് ഞങ്ങളെ ഒരു യാത്ര ഉണ്ട് എനിക്ക്, അങ്ങോട്ടേക്ക് പോവാ. ഒരു യാത്രയുണ്ടെന്ന് നിന്നോട് ചോദിച്ചപ്പം, നിന്നോട് പറഞ്ഞപ്പം നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? നീ വന്നിരുന്നെങ്കിലേ ഈ കഷ്ടപ്പാട് നിനക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. നമുക്കൊരു ചെറിയ ട്രിപ്പ് പോലെ, ടൂറ് പോലെ പോകാമായിരുന്നല്ലേ. അത് പിന്നെ ഞാൻ രേവതിയുടെ കാലൊടിയുന്നു മുൻകൂട്ടി കാണാനുള്ള അത്ഭുത സിദ്ധി വല്ലോ എനിക്കുണ്ടോ? എനിക്കില്ലല്ലോ. അതേ ഭാമേ, ഇനിയും സമയമൊന്നും വൈകിട്ടില്ല. നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ ഇങ്ങ് പോന്നോ, ഒരു പ്രശ്നമില്ല. അല്ല ഭാമി, നീ നാളെയല്ലേ പോകുന്നത്? അത് പെട്ടെന്നായി പോയില്ലേ. എന്താ, രവിയേട്ടൻ നിന്നെ വിടത്തില്ലേ? രവിയേട്ടൻ എന്നെ വിടും, അത് പറഞ്ഞ എങ്ങനെയെങ്കിലും ഞാൻ സമ്മതിച്ചോളാം. നീയേ ഇങ്ങനൊരു യാത്രയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോടും കൂടെ പൊക്കോന്ന് പറഞ്ഞതാ. എന്നാ പിന്നെ എന്താ പ്രശ്നം? ക്യാഷ് ആണോ പ്രശ്നം? ക്യാഷിന്റെ കാര്യമൊന്നും നീ ഓർക്കണ്ട, അത് എന്റെ കയ്യിലുണ്ട്. നീ ധൈര്യമായിട്ട് എന്റെ കൂടെ ഇങ്ങ് പോരു ചന്ദ്രേ. 25ഓളം പേര് എന്റെ കൂടെ ഉണ്ട്. നീ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കമ്പനി ആവൂല്ലോ. എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാ കൂടെ ഉള്ളത്. പിന്നെ നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അല്ല, ഇത്രയും വൈകിയില്ല, ഇനി ട്രെയിൻ ടിക്കറ്റ് ഒക്കെ കിട്ടുവോ? ആ, കിട്ടും ചന്ദ്രേ, കിട്ടും. തൽക്കാലം എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ദേ, തിരിച്ചു വരുമ്പം വേറെ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെന്നാ കേട്ടത്. വീട്ടിലെത്താൻ ഒരു 10-15 ദിവസമൊക്കെ കഴിയും. അതുവരെ നിനക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. നീ ഇതുപോലെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ വാ ചന്ദ്രേ, നമുക്ക് പോകാം. ആ, എന്നാ പിന്നെ ഞാൻ രവിയേട്ടനോട് പറഞ്ഞിട്ട് വരാമേ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവത്തില്ല. എന്നാ പിന്നെ നീ രവിയേട്ടനോടും മരുമക്കളോടും ഒക്കെ പറ, ഞാനേ പതിയെ നിന്നെ വിളിക്കാം. ഓക്കെ, എന്നാല് ഫോൺ കട്ട് ചെയ്തേരെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ചന്ദ്രയ്ക്ക് സമാധാനം ആവുകയാണ് കേട്ടോ. ഇനിയിപ്പൊ ആ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രേവതിനെ നോക്കണ്ടല്ലോ. ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയാല് രേവതി മൂക്കും കൊണ്ട് ഇക്ഷായിണ്ണ വരയ്ക്കും. വരക്കട്ടെ, അവള് വരച്ചില്ല, ഞാൻ അവളെ വരപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് കാണിക്കുന്നത് സച്ചിനാണ് കേട്ടോ. അപ്പൊ സച്ചിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. സച്ചി ഫോൺ ഇങ്ങനെ നോക്കുന്നു, ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഹലോ മേഡം. മേഡം എവിടെയാ മേഡം? അതെ, ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടേ. എന്തൊക്കെയുണ്ട് സച്ചി വിശേഷം? സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കാം. അത് വേറെ ആരും അല്ല, നമ്മുടെ സുധിയുടെ മുൻ കാമുകിയുണ്ടല്ലോ, നീലിമയാണ് കേട്ടോ. അപ്പൊ നീലിമ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ സച്ചിനാണല്ലോ കോണ്ടാക്ട് ചെയ്യുന്നത് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകാൻ നേരത്ത്. അപ്പോഴത്തേക്കും സച്ചി എന്നാ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇന്നലെ എങ്ങാണ്ടാ ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്, ട്രിപ്പ് വരാനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ, ട്രിപ്പ് വരാനായിരുന്നു, എന്നാ പിന്നെ ഞാൻ വേറെ വണ്ടി വിളിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പൊ തൽക്കാലം വരാനുള്ള മാനസികാവസ്ഥയിലല്ല. അതെനിക്കറിയാം, നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എനിക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ വേറെ ടാക്സി വിളിച്ചോളാം. അല്ല മേഡം, മേഡം
ഇത്ര പെട്ടെന്ന് വരാൻ കാരണം എന്താ? ഈ കഴിഞ്ഞ ദിവസമല്ലേ പോയത്? അത് പിന്നെ കയ്യിലുള്ള ക്യാഷ് പോയില്ലായിരുന്നു, അതുകൊണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഒന്നും നടത്താൻ പറ്റിയില്ല. ഏതായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണുമ്പോൾ പറയാം. സച്ചി നീ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും നമ്മുടെ നീലിമ രംഗത്ത് എത്തിയിട്ടുണ്ട്. നീലിമയ്ക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല അന്നത്തെ സ്ഥലം സുധിക്ക് പൈസ കൊടുത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നീലിമ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്, സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതിനെയാണ്. അപ്പൊ രേവതി രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോൾ എന്തൊക്കെയോ ഉറക്കപ്പിച്ച് പറയുക, ഞാനല്ല ആ കാർ എന്നെയാണ് ഇടിച്ചത്, ഞാനല്ല ആ കാറ് എന്നെയാ ഇടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഉറക്കപ്പിച്ചാൽ എന്തൊക്കെയോ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ സച്ചി ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ്. അപ്പൊ സച്ചി രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ട്. എവിടെ നിന്ന്? രേവതി ഉറക്കപ്പിച്ചാൽ എന്തൊക്കെയോ ഇങ്ങനെ പറയാണ്, ആ കാർ എന്നെയല്ല ഇടിച്ചത്, അല്ല ആ കാറിന് ഞാനല്ല പോയി ഇടിച്ചത്, അതെന്നെ മനഃപൂർവ്വം ഇടിച്ചതാണെന്നൊക്കെയാ പറയുന്നത്. സച്ചി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ, രേവതിക്ക് നല്ല പൊള്ളുന്ന ചൂട്. ഈശ്വര, പൊള്ളുന്ന ചൂടുണ്ടല്ലോ, പനിയുണ്ടേ ഡോക്ടർ കൊണ്ടുവരണമെന്നാണല്ലോ പറഞ്ഞത്. നല്ല ചൂടാണല്ലോ എന്ന് പറഞ്ഞ് തൊട്ടൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സച്ചി പെട്ടെന്ന് എണീറ്റിട്ട് നമ്മുടെ രേവതിയുടെ നെറ്റിയില് ശകലം തുണിയൊക്കെ നനച്ചിടാനൊക്കെ നോക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതിനിടയിൽ രേവതിനെ വിളിച്ചെണിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്കും സച്ചേട്ടൻ എനിക്ക് ഉറങ്ങണം, സച്ചേട്ടൻ പൊക്കോന്നൊക്കെ ഉറക്കപ്പിച്ചാൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി വിളിച്ചപ്പം ഞെട്ടി എണീറ്റു കേട്ടോ. അപ്പം രേവതി വന്നേ ഗുളിക കഴിച്ചിട്ട് കിടക്ക്. അത് പിന്നെ സച്ചേട്ടൻ ഭയങ്കര ക്ഷീണം, എനിക്കൊന്ന് ഉറങ്ങണം. നീ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങി മതി, നിനക്ക് നല്ല ചൂടുണ്ട്, നിനക്ക് നല്ല പനിയുണ്ട്, നീ ഉറക്കത്തിൽ പിച്ചും പേയും പറയായിരുന്നു, ഇന്നാ നീ ഗുളിക കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ വിളിച്ചെണീപ്പിച്ച് രേവതിക്ക് ഗുളികയൊക്കെ കൊടുക്കാണ്. അങ്ങനെ രേവതി ചോദിക്കാൻ, ഞാൻ കാരണം സച്ചേട്ടന് ബുദ്ധിമുട്ടായല്ലേ? ആ, നല്ല ബുദ്ധിമുട്ടായി. അത് വല്ലാത്ത ബുദ്ധിമുട്ടാ. എന്റെ പൊന്നു രേവതി, നിനക്ക് വയ്യാത്തത് കൊണ്ടല്ലേ, നീ കിടന്നുറങ്ങാൻ നോക്ക്, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എങ്കിലും സച്ചേട്ടൻ ഈ രാത്രി രേവതി കിടന്നുറങ്ങിക്കേ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും കിടന്നുറങ്ങാൻ കേട്ടോ. രേവതിക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ സച്ചി അവിടെ ഇങ്ങനെ കിടക്കാണ് രേവതിനെ നോക്കി തന്നെ. അങ്ങനെ രേവതിനെ ശുശ്രൂഷിക്കുന്ന സീനൊക്കെയാണ് കുറച്ചു നേരം കാണിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞൊക്കെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭാമ വിളിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ കൂടെ ടൂറിന് പോകാൻ വേണ്ടി രാവിലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി കിട്ടി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ ശ്രീകാന്ത് ഉണ്ട്, വർഷയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനുണ്ട്, സച്ചിയുണ്ട്. അപ്പം ഭാമയും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ചന്ദ്ര യാത്ര പറയുക, എങ്കിൽ പിന്നെ ഞാൻ പോകുക രവിയേട്ടാ. പോകണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, നീ തീരുമാനിച്ചതല്ലേ. യാത്രയൊക്കെ പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ഈ സമയത്ത് അത് നല്ലതല്ല. അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ സമയം എന്താന്ന് നിനക്ക് അറിയാലോ. ഈ സമയത്ത് നിനക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? രേവതി വയ്യാണ്ട് കിടക്കുകയല്ലേ. രേവതി ഇങ്ങനെ കിടക്കുമ്പോ നീ ഇവിടെ വേണായിരുന്നു ചന്ദ്ര. അവളെ വേറെ ആരാ നോക്കാനുള്ളത്? എന്റെ രവിയേട്ടാ, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടെയല്ലേ പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ഇത് വെറും ഒരു യാത്രയൊന്നും അല്ല, തീർത്ഥാടന യാത്രയാണ്. അപ്പൊ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാനൊക്കെ പറ്റില്ലേ? കുറച്ചു കാലമായി നമ്മുടെ വീടിനെ ഒരു ഐശ്വര്യക്കേടുണ്ട്. സമയം ശരിയല്ല, മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്ക്, നമ്മൾ വഴക്ക്, എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നത്. കണ്ടില്ലേ, ആക്സിഡന്റ് പറ്റി രേവതി കാലൊടിഞ്ഞ് കിടപ്പിൽ വരെയായി. എപ്പൊ നോക്കിയാലും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഒന്ന് തീർത്ഥാടനമൊക്കെ നടത്തിയിട്ട് വന്നാലേ എല്ലാ പ്രശ്നവും തീരും. പിന്നെ എന്റെ രവിയേട്ടന് നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മയുടെ പെട്ടെന്നുള്ള ഈ തീർത്ഥയാത്രയൊക്കെ എന്താന്ന് എനിക്കറിയാം. കേട്ടില്ലേ അവൻ പറയുന്നത്? എന്റെ ഈ യാത്രയ്ക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കുടുംബത്തിലുള്ളവരുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു കാര്യത്തിനായോണ്ട് ചന്ദ്രേ, ഞാനൊന്നും പറയുന്നില്ല, നീ ചെല്ല്, നീ പോയിട്ട് വാ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞപ്പം ചന്ദ്രൻ പറഞ്ഞു, രവിയേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്ന് ഭാമ തീർത്ഥയാത്രയ്ക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നീയും കൂടെ പൊക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? രേവതി മോൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പറഞ്ഞത് എന്റെ പൊന്നു ചന്ദ്ര, വേറൊന്നും അല്ല. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ പോകാൻ നോക്ക്, നീ സന്തോഷത്തോടു കൂടി പോയിട്ട് വാ. എങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കട്ടെ. നീ പോയിട്ട് വരാനല്ലേ പറഞ്ഞത്? ചന്ദ്ര, സമയമായി. ഭാമേ, ചന്ദ്രനെയും കൂട്ടി പോകാൻ നോക്ക്. ഇനിയിപ്പം കൂടുതൽ യാത്ര പറയാനും കരയാനും പിഴിയാനൊന്നും ആരും നിൽക്കുകയൊന്നും വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ, 15 ദിവസം അമ്മേനെ കാണാൻ കഴിയില്ലല്ലോ, അതിന്റെ ഒരു വിഷമം അച്ഛനുണ്ട്. അതും കൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ആ വിഷമം ഞങ്ങൾക്കും ഉണ്ടമ്മേ, അമ്മേനെ കാണാതിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടം തോന്നുക. ഇതുവരെ 15 ദിവസമൊന്നും അമ്മേനെ ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ. അപ്പൊ ശ്രുതിയും പറഞ്ഞു, അയ്യോ, എനിക്കും ആന്റി വിഷമമുണ്ട്, വിളിക്കണം കേട്ടോ.
ആ പിന്നെ വിളിക്കാതിരിക്കുവോ? ഞാൻ അവിടെയാണെങ്കിലും എന്റെ മനസ്സ് ഇവിടെയല്ലേ മക്കളെ, നിങ്ങളുടെ ഒപ്പം അല്ലേ. ഉം എടി നീയല്ലേ ആള്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നിന്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും. ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് ഇവിടെയാണെന്ന് എനിക്കറിയാം. സമയം കളയണ്ട ഭാമേ, ചന്ദ്രേ, നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ യാത്ര അയക്കാണ് കേട്ടോ. ഏതായാലും ചന്ദ്രയ്ക്ക് കിട്ടിയ അവസരം ചന്ദ്ര മുതലാക്കുകയാണ്. അങ്ങനെ രവീന്ദ്രനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വളരെ വിഷമത്തോടു കൂടി, മുഖത്ത് നല്ല വിഷമഭാവത്തോടു കൂടി ഇറങ്ങി പോവുക. വണ്ടിക്കകത്ത് കയറി വണ്ടി അങ്ങ് വിട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലേ ചന്ദ്ര തുള്ളി ചാടാൻ പോകുന്നത്. ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുമെങ്കിലും രേവതി മോൾ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും എന്റെ ഭാര്യ പോയത് ഒട്ടും ശരിയായില്ല. പിന്നെ ഞാൻ അവളോടൊന്നും പറയാത്തതാ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് അറിയാൻ താനും. എന്താണെന്ന് വെച്ചാൽ അവള് കാണിക്കട്ടെ, അവളുടെ ഇഷ്ടം, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. സച്ചിക്കും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. സച്ചിക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ചെറിയ വിഷമമല്ല, സച്ചിയുടെ മനസ്സിൽ വലിയ വിഷമമുണ്ട് നമ്മുടെ ചന്ദ്ര പോയതിൽ. ഇനിയിപ്പോ ആരെ നോക്കും? ഇനിയിപ്പോ സച്ചി ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് നോക്കേണ്ടി വരില്ലേ? നമ്മുടെ സച്ചിക്ക് ഓട്ടത്തിന് പോകാനൊക്കെ പറ്റും. അങ്ങനെ സച്ചി ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി ആ തൂണൊക്കെ ചാരി ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അതിനുശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ അലീനയുടെ കഥയും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നമ്മൾ എന്നും ഡെയിലി വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. ഇനി എന്തെങ്കിലും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടാൽ മതി. നമ്മൾ അതനുസരിച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക്, ആദ്യം ലൈക്ക് അടിച്ചില്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ സജഷൻസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.